നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ ആരോഗ്യരംഗത്തുണ്ടായ ഏറ്റവും ആശങ്കാജനകമായ മാറ്റങ്ങളിലൊന്നാണ് യുവതികളിൽ വർദ്ധിച്ചു വരുന്ന സ്തനാർബുദ നിരക്ക്. സാധാരണഗതിയിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലാണ് ഈ രോഗം കണ്ടുവരാറുള്ളതെങ്കിലും ഇന്ന് 25 മുതൽ 40 വയസ്സുവരെ പ്രായപരിധിയിലുള്ളവരിൽ പോലും രോഗബാധ കുത്തനെ ഉയരുകയാണ്. ആധുനിക കാലത്തെ മാറിയ ജീവിത സാഹചര്യങ്ങളും ഭക്ഷണ രീതിയും മാനസിക സമ്മർദ്ദവും ഒക്കെയാണ് ഇതിനെ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്. ഇന്നത്തെ മത്സരബുദ്ധിയുള്ള തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് മാനസിക സമ്മർദ്ദം എന്നത്. ജോലിയിലെ സമ്മർദ്ദവും കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളും ചേരുമ്പോൾ ശരീരം നിരന്തരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലായിരിക്കും. ഇത് ഹോർമോൺ സന്തുലനാവസ്ഥയെ സാരമായി ബാധിക്കുന്നുണ്ട്. വിട്ടുമാറാത്ത സമ്മർദ്ദം ശരീരത്തിലെ കോശങ്ങളുടെ സ്വാഭാവികമായ നശീകരണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും അർബുദ കോശങ്ങൾ വളരാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു. കൂടാതെ സംസ്കരിച്ച ഭക്ഷണങ്ങൾ, പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ, അമിതമായ പഞ്ചസാര എന്നിവയുടെ ഉപയോഗവും സ്തനാർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നു. പാശ്ചാത്യ ഭക്ഷണ രീതികൾ പിന്തുടരുന്നത് വഴി ശരീരത്തിൽ അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും ഇത് ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് അമിതമായി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. സ്തനങ്ങളിലെ കോശങ്ങളുടെ അമിത വളർച്ചയ്ക്ക് ഈ ഹോർമോൺ പ്രധാന പങ്കു വഹിക്കുന്നുണ്ട്. മണിക്കൂറുകളോളം ഇരുന്നുള്ള ജോലിയും ശാരീരിക അധ്വാനത്തിന്റെ കുറവും അമിതവണ്ണത്തിലേക്ക് നയിക്കുന്നു. ആർത്തവ വിരാമത്തിന് മുൻപുള്ള പ്രായത്തിൽ ശരീരഭാരം അമിതമാകുന്നത് ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വേഗത്തിലുള്ള നടത്തമോ മറ്റു വ്യായാമങ്ങളോ ശീലിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഉപരിപഠനത്തിനും കരിയറിനും മുൻഗണന നൽകുന്നത് വഴി വിവാഹവും പ്രസവവും 30കളിലേക്ക് നീളുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. 30 വയസ്സിന് ശേഷമുള്ള ആദ്യ പ്രസവം സ്തനാർബുദ സാധ്യത നേരിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന മുലയൂട്ടൽ കാലയളവ് കുറയുന്നതും സ്തനകോശങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. കൃത്യമായ ഉറക്കം ലഭിക്കാത്തത് ശരീരത്തിന്റെ ബയോളജിക്കൽ ക്ലോക്കിനെ തകർക്കുന്നു. ഇത് കോശങ്ങളുടെ പുനരുജ്ജീവനത്തെ തടസ്സപ്പെടുത്തുന്നു. കൂടാതെ നഗര കേന്ദ്രീകൃതമായ ആധുനിക ജീവിത ശൈലിയുടെ ഭാഗമായി സ്ത്രീകൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മദ്യപാനവും പുകവലിയും DNA ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുകയും അർബുദത്തിന് കൂടുതൽ കാരണമാവുകയും ചെയ്യുന്നു. യുവതികളിൽ കണ്ടുവരുന്ന സ്തനാർബുദം പലപ്പോഴും കൂടുതൽ സങ്കീർണവും വേഗത്തിൽ പടരുന്നതുമായ സ്വഭാവം കാണിക്കാറുണ്ട്. അതിനാൽ താഴെ പറയുന്ന ചില ലക്ഷണങ്ങൾ അവഗണിക്കരുത്. സ്തനങ്ങളിലോ കക്ഷത്തിലോ ഉള്ള പുതിയ മുഴകൾ, സ്തനത്തിലെ ചർമ്മം കട്ടിയാവുകയോ നിറം മാറുകയോ ചെയ്യുക, മുലക്കണ്ണുകൾ ഉള്ളിലേക്ക് വലിയുന്ന അവസ്ഥ, അസാധാരണമായ സ്രവങ്ങൾ വരിക എന്നിവ. രോഗം നേരത്തെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ പോംവഴി എന്നത്. 20 വയസ്സ് കഴിഞ്ഞ എല്ലാ യുവതികളും മാസം തോറും സ്തനങ്ങളിൽ സ്വയം പരിശോധന നടത്തേണ്ടതാണ്. എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത തോന്നിയാൽ ഉടൻ തന്നെ ഒരു ഓങ്കോളജിസ്റ്റിനെ കണ്ട് പരിശോധനകൾ പൂർത്തിയാക്കണം. മാമോഗ്രാം അല്ലെങ്കിൽ അൾട്രാസൗണ്ട് പരിശോധനകൾ വഴി ആദ്യഘട്ടത്തിൽ തന്നെ രോഗം തിരിച്ചറിയാൻ സാധിക്കും. ആരോഗ്യകരമായ ഭക്ഷണക്രമം, ചിട്ടയായ വ്യായാമം, മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ, ഉദാഹരണത്തിന് യോഗ, ധ്യാനം എന്നിവ ശീലമാക്കുന്നത് വഴി സ്തനാർബുദ സാധ്യത വലിയൊരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും.